മുഖ്യമന്ത്രി ധാരണാപത്രം ഒപ്പിട്ടതിൽ ഇടഞ്ഞു നിൽക്കുന്ന CPIയെ അനുനയിപ്പിക്കാൻ ശ്രമങ്ങൾ തുടരും. ഇടതുമുന്നണി യോഗം ചേർന്ന് സ്ഥിതി വിലയിരുത്താനാണ് തീരുമാനം. ഈ ആഴ്ച തന്നെ ഇടതുമുന്നണി യോഗം ഉണ്ടാവും. അതേസമയം നാളെ നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് CPI മന്ത്രിമാർ വിട്ടുനിൽക്കും. നമുക്ക് വിശദവിവരങ്ങളുമായി രാഹുൽ ജി നാഥും എസ് രാഗനും ചേരുന്നുണ്ട്. രാഹുൽ ജി നാഥിലേക്ക് ആദ്യം. രാഹുൽ, ഗുഡ് മോർണിംഗ്. അങ്ങനെ CPI ഇടഞ്ഞു തന്നെ നിൽക്കുകയാണ്. മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നുണ്ട്. 2 മന്ത്രിമാർ രാജിവെക്കാനുള്ള സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ഇനി അനുനയ ശ്രമങ്ങൾ എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക? മോദി ഇപ്പോൾ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് അല്ലെങ്കിൽ ആഴ്ചകൾക്ക് മുൻപ് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ എന്നുള്ള വളരെ ലളിതമായ ചോദ്യമാണ് CPI ആദ്യഘട്ടം മുതൽ ഉന്നയിക്കുന്നത്. കാരണം ഇത്തരമൊരു പദ്ധതിയിൽ ഒപ്പിടുമ്പോൾ അതും പ്രത്യേകിച്ച് മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ ഉൾപ്പെടെയുള്ള എതിർപ്പ് അറിയിച്ച് അതിനുശേഷം ഒപ്പിടുമ്പോൾ അത് മുന്നണി മര്യാദ അല്ല എന്ന് തന്നെയാണ് ആദ്യഘട്ടം മുതൽ അവർ പറയുന്നത്. എന്തായാലും ഇനിയിപ്പോൾ LDF യോഗം ചേരുമെന്ന് പറയുന്നത് ഇതൊക്കെ ആദ്യഘട്ടത്തിൽ ചേരേണ്ടതല്ലേ എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ് ഉന്നയിക്കപ്പെടുന്നത്. അപ്പം വിദ്യാഭ്യാസ മന്ത്രി ആ ഘട്ടം മുതൽ വിശദീകരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ആ വിശദീകരണം മുഴുവൻ സാങ്കേതികമായ വിശദീകരണമാണ്. ഇന്ന് മാതൃഭൂമി ദിനപത്രത്തിലും വിദ്യാഭ്യാസ മന്ത്രിയുടെ ലേഖനമുണ്ട്. ഇതിൽ സിലബസ് തീരുമാനിക്കാൻ, അതായത് PMCയിൽ ഒപ്പിട്ടാലും കേരളത്തെ സംബന്ധിച്ച് സിലബസ് തീരുമാനിക്കാനുള്ള അധികാരം അത് സംസ്ഥാനത്തിന് തന്നെ നിക്ഷിപ്തമാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അത് SCRTക്ക് നിക്ഷിപ്തമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോഴും ഇതെല്ലാം ബോധ്യപ്പെടുത്താൻ കഴിയുമായിരുന്നു. ഇപ്പോൾ പത്രത്തിൽ എഴുതുന്നു, മാധ്യമങ്ങളെ കണ്ട് വിശദീകരിക്കുന്നു. ഈ വിശദീകരണം ഏറ്റവും ആദ്യം ചെയ്യേണ്ടിയിരുന്നത് മന്ത്രിസഭാ യോഗത്തിലായിരുന്നു, അതിനുശേഷം LDFലായിരുന്നു എന്നുള്ള വലിയ വസ്തുത അത് തന്നെയാണ് CPI ചൂണ്ടിക്കാണിക്കുന്നത്.